നമസ്കാരം. കേരളത്തിലെ വളരെ പ്രശസ്തമായ ഒരു സ്ഥലമാണ് ആലപ്പുഴയിലെ എടത്വ. എടത്വ പള്ളി എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇന്ത്യക്ക് പുറത്തു നിന്നും അതുപോലെ നമ്മുടെ പല സംസ്ഥാനങ്ങളിൽ നിന്നും പോലും ആൾക്കാർ ഈ പള്ളിയിലേക്ക് ഒഴുകിയെത്താറുണ്ട്. അപ്പോൾ എടത്വയുടെ വിശേഷങ്ങളും ചരിത്രങ്ങളും ഒക്കെയാണ് വീഡിയോയിൽ. വീഡിയോ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. ആലപ്പുഴയിലെ കുട്ടനാട്ടിലെ ഒരു ചെറിയ ഗ്രാമമാണ് എടത്വ. തിരുവല്ല സിറ്റി സെന്ററിൽ നിന്നും നാഷണൽ ഹൈവേ 183 നിന്നും തിരുവല്ല റെയിൽവേ സ്റ്റേഷനിൽ നിന്നും 12 കിലോമീറ്റർ അകലെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. എടത്വയിലെ സെന്റ് ജോർജ് ഫൊറാൻ പള്ളി ഈ പ്രദേശത്തെ പ്രധാന തീർത്ഥാടന കേന്ദ്രമാണ്. സെന്റ് ജോർജിന്റെ തിരുനാൾ ഇവിടെ ഒരു പ്രധാന ആഘോഷമാണ്. തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, തെലങ്കാന തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവർ വിരുന്നിൽ പങ്കെടുക്കുന്നു. കുട്ടനാട് മേഖലയിലാണ് എടത്വ. സമുദ്രനിരപ്പിന് താഴെയാണിത് സ്ഥിതി ചെയ്യുന്നത്. ഈ പ്രദേശത്തെ കൃഷിഭൂമി വലുതും ചെറുതുമായ നദികളിൽ നിന്ന് ഉയർന്ന ചെളിപുലികളാൽ വേർതിരിച്ചിരിക്കുന്നു. പാടം എന്നറിയപ്പെടുന്ന ഈ നെൽവയലുകൾക്ക് ചുറ്റും ഈ പുലിമുട്ടുകൾ വികസിപ്പിച്ചാണ് കർഷകരും കർഷക തൊഴിലാളികളും നികത്തിയ ഭൂമിയിൽ തങ്ങളുടെ വാസസ്ഥലം പണിയുന്നത്. ഈ പ്രദേശത്തെ പ്രധാന വാണിജ്യ വിളയായ തെങ്ങുകൾ നട്ട് പിടിപ്പിക്കാറുണ്ട്. ഈ പ്രദേശം ധാരാളം വിദേശ സഞ്ചാരികളെ ആകർഷിക്കുന്നു. പമ്പാ നദിയുടെ ഒരു ശാഖയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന കൂറ്റൻ ദേവാലയമായ സെന്റ് ജോർജ് ഫൊറാൻ പള്ളി ആലപ്പുഴയിൽ നിന്നും 23 കിലോമീറ്റർ തെക്ക് കിഴക്കും തിരുവല്ലയിൽ നിന്നും 12 കിലോമീറ്റർ തെക്ക് പടിഞ്ഞാറും മാറി സ്ഥിതി ചെയ്യുന്നു. 200 വർഷം മുമ്പ് മധ്യകാല യൂറോപ്പിലെ പള്ളികളോട് സാമ്യമുണ്ട്. എടത്വയിൽ നിന്നും 20 കിലോമീറ്റർ അകലെയാണ് അമ്പലപ്പുഴ ശ്രീകൃഷ്ണ ക്ഷേത്രം. AD 1-ാം നൂറ്റാണ്ടിൽ യേശുക്രിസ്തുവിന്റെ ശിഷ്യനായ തോമസ് അപ്പോസ്തലൻ സ്ഥാപിച്ചതെന്ന് കരുതപ്പെടുന്ന നിരണം സെന്റ് മേരീസ് പള്ളി എടത്വയിൽ നിന്ന് 9 കിലോമീറ്റർ തെക്ക് കിഴക്കാണ്. എടത്വയുടെ ചുറ്റുമുള്ള ഗ്രാമങ്ങളായ ചങ്ങങ്കരി, പാണ്ടങ്കരി, മിത്രക്കരി, കോഴിമുക്ക്, തലവടി, വിയപുരം എന്നിവിടങ്ങളിൽ രസകരമായ ഐതിഹ്യങ്ങളും ചരിത്രവുമുള്ള നിരവധി പുരാതന ഹിന്ദു ക്ഷേത്രങ്ങളുമുണ്ട്. വിയപുരത്ത് ഒരു മുസ്ലിം പള്ളിയുമുണ്ട്. ചക്കുളത്തുകാവ് ക്ഷേത്രം എടത്വയിൽ നിന്ന് 5 കിലോമീറ്റർ താഴെ കിഴക്കാണ്. എടത്വയിൽ നിന്ന് 13 കിലോമീറ്റർ അകലെയാണ് ഹരിപ്പാട് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം. 3000 വർഷത്തിലേറെ പഴക്കമുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്ന മണ്ണാറശാല ക്ഷേത്രം എടത്വയിൽ നിന്ന് ഏതാനും കിലോമീറ്റർ തെക്കുമാറിയാണ്. പുരാതന കാലത്ത് രാജാവിൻ്റെ ആളുകളും നദിയിലൂടെ സഞ്ചരിക്കുന്ന വ്യാപാരികളും വിശ്രമിക്കുന്ന സ്ഥലമായതിനാലാണ് എടത്വയ്ക്ക് ആ പേര് ലഭിച്ചതെന്ന് പറയപ്പെടുന്നു. സെന്റ് ജോർജ് ഫൊറോന കത്തോലിക്ക ദേവാലയത്തിലെ വാർഷിക തിരുനാൾ ഏപ്രിൽ 27 പതാക ഉയർത്തലോടെ ആരംഭിച്ച് മെയ് 7 സമാപിക്കും. പെരുന്നാളിൽ സ്വർണ്ണ രാജകീയത്തിൽ അലങ്കരിച്ച് സെന്റ് ജോർജിന്റെ പ്രതിമ പുറത്തെടുക്കുകയും പള്ളിയുടെ മധ്യഭാഗത്തുള്ള വേദിയിൽ സ്ഥാപിക്കുകയും ചെയ്യുന്നു. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഭക്തരാണ് ഈ പള്ളിയിൽ കൂടുതലായിട്ട് വരുന്നത്. എടത്വ പെരുന്നാൾ എന്നറിയപ്പെടുന്ന പെരുന്നാൾ കുട്ടനാട് മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാണിജ്യ കേന്ദ്രങ്ങളിലൊന്നായി എടത്വ വികസിപ്പിക്കാൻ സഹായിച്ചിട്ടുണ്ട്. പെരുന്നാൾ സമയത്ത് ഇടത്തേക്ക് പുറത്തു നിന്നുള്ള കുടുംബങ്ങൾ, പ്രത്യേകിച്ച് കേരളത്തിലെ കൊല്ലം, തിരുവനന്തപുരം, തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ല എന്നിവിടങ്ങളിൽ നിന്നുള്ള കുടുംബാംഗങ്ങൾ വന്ന് അവരുടെ ബന്ധുക്കളെ സന്ദർശിക്കുന്നു. 10 ദിവസം നീണ്ടു നിൽക്കുന്ന പെരുന്നാളിൽ നിരവധി വിശ്വാസികൾ പള്ളി പരിസരത്ത് ഭക്ഷണം പാകം ചെയ്യുകയും പള്ളിക്ക് മുന്നിലുള്ള നദിയിൽ ആചാരപരമായ സ്നാനത്തിൽ പങ്കെടുക്കുകയും ചെയ്യുന്നു. ദേവാലയം വർണ്ണാഭമായ പ്രകാശപൂരിതമാണ്. കൂടാതെ കരിമരുന്ന് പ്രദർശനവുമുണ്ട്. എടത്വയിലെ പ്രധാനപ്പെട്ട വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇവയാണ്. കുട്ടനാട്ടിലെ ഏക ആർട്സ് ആൻഡ് സയൻസ് കോളേജാണ് എടത്വ സെന്റ് അലോഷ്യസ് കോളേജ്. സെന്റ് അലോഷ്യസ് ഹയർ സെക്കൻഡറി സ്കൂളുണ്ട്. സെന്റ് മേരീസ് ഗേൾസ് ഹൈസ്കൂളുണ്ട്. ജോർജിയൻ പബ്ലിക് സ്കൂൾ ആൻഡ് ജൂനിയർ കോളേജ് എടത്വയുണ്ട്. മാർത്തോമ സിറിയൻ ഗേൾസ് ഹൈസ്കൂളുണ്ട്. ഹോളി ഏഞ്ചൽസ് സീനിയർ
സെക്കൻഡറി സ്കൂൾ എടത്വയിലുണ്ട്. പ്രമുഖ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം അന്നത്തെ തകഴി നിയോജക മണ്ഡലത്തിൽ നിന്ന് ആദ്യമായി തിരഞ്ഞെടുക്കപ്പെട്ട നിയമസഭാ സാമാജികൻ വർഗീസ് അഗസ്റ്റിൻ പുഞ്ചായിച്ചിറ എടത്വ സ്വദേശിയാണ്. തന്റെ സുഹൃത്തും പ്രശസ്ത നോവലിസ്റ്റുമായ തകഴി ശിവശങ്കരപ്പിള്ളയെ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായിരുന്ന KNP കുറുപ്പിന്റെ ജന്മനാടാണ് എടത്വ. രാജ്യാന്തര നീന്തൽ താരം, അർജുന അവാർഡ് ജേതാവ് മണ്ണമ്മൽ കുടുംബത്തിലെ സെബാസ്റ്റ്യൻ ശിവന്റെ ജന്മനാടാണ് എടത്വ. കേരളത്തിലെ ഫ്രാൻസിസ്കൻ മൂന്നാം നിരയുടെ സ്ഥാപകനായ കേരള സി പുത്തൻപറമ്പിൽ തൊമ്മച്ചനും എടത്വ സ്വദേശിയാണ്.